ഇത് പ്ലാത്തിക്കൂക കൊണ്ടുണ്ടാക്കിയ ഒരു വിഭവമാണ്. പ്ലാത്തിക്കൂക അരച്ചിട്ട് പിഴിഞ്ഞുണ്ടാക്കിയ ഒരു തിളപ്പിച്ചുണ്ടാക്കിയതാണ്. നല്ലൊരു ഡ്രിങ്കാണ്. ഇതിൻ്റെ ഇല ഇങ്ങനെയാണ് ഉണ്ടാവുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് അറിയണവരും അറിയാത്തവരും ഉണ്ടാവും. ഈ ഇല വാടി പഴുത്ത് ഉണങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ കിഴങ്ങ് കിളച്ചെടുത്തിട്ടാണ് ഇതുപോലെ അരച്ച് ഉണ്ടാക്കുക. കുറച്ച് കിഴങ്ങ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കിഴങ്ങ് വൃത്തിയാക്കി വെച്ചതാണ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയതാണ്. ഇത് അരച്ചിട്ട് പിഴിയാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയതാണിത്. പാത്രത്തിൽ വായ്ക്കട കെട്ടുക എന്ന് പറയും. അങ്ങനെ കെട്ടിയുണ്ടാക്കിയതാണ്. വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൽ കുത്തി നിൽക്കണം തുണി. അങ്ങനെ മിക്സിയിൽ അരച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് പിഴിയാണ്. അതിന് ഇങ്ങനെ കൈകൊണ്ട് ഞെവണ്ടി തുണിയുമെന്നൊക്കെ ഇങ്ങനെ ഇളക്കി പിഴിഞ്ഞിട്ട് വേണം ഇത് പിഴിഞ്ഞെടുക്കാൻ. ഇങ്ങനെ നല്ലപോലെ ഞെവണ്ടി പിഴിയണം. അതിലുള്ള പൊടിയൊക്കെ കിട്ടുള്ളൂ. മിക്സിയിലാണ് ഞാൻ അരച്ചത്. മിക്സിയിൽ അരച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇതുപോലെ പിഴിഞ്ഞ് ചണ്ടി ഒഴിവാക്കിയെടുക്കണം. മിക്സിയിൽ അരച്ച് പിഴിഞ്ഞതാണ്. ഇങ്ങനെയാണ് എൻ്റെ അമ്മ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഞാനും ഇങ്ങനെയാണ് ചെയ്യൽ. ഇതുകൂടാതെ വേറെ രീതിയിൽ ഇത് എടുക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. അരച്ച് പിഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞ് ഈ കുകയ്ക്ക് 2 വെള്ളം ഒഴിവാക്കിയാൽ മതി. ഇത് രണ്ടാമത്തെ വെള്ളമാണ്. ഊറിയിട്ടുണ്ട്. പച്ചയിൽ തിന്നാൻ പറ്റിയൊരു കിഴങ്ങാണ്. അതുകൊണ്ട് 2 വെള്ളം ഊറ്റേണ്ടതുള്ളൂ. കുറച്ച് പൊടി എടുത്തിട്ട് ഞാൻ ഇത് കലക്കി ഉണ്ടാക്കുകയാണ്. കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പഞ്ചസാര ചേർത്താതെ തിളപ്പിച്ച് കുടിക്കാനും പറ്റും. പഞ്ചസാരയോ ശർക്കരയോ ഏതാ വേണ്ടത് വെച്ചാൽ അവനവൻ്റെ ഇഷ്ടം. പഞ്ചസാര ഇടാതെയും ഇട്ടിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണിത്. ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ്. മൂത്രാശയ സംബന്ധമായിട്ട് ഉള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് തിളപ്പിച്ച് കുടിക്കലുണ്ട്. ഇത് വെന്ത് വന്നാൽ ഇങ്ങനെയാണ് കളർ ഉണ്ടാകുക. പാല് പോലുള്ള കളറ് നല്ല ചില്ലു പോലത്തെ കളറായി മാറും. ഇത് വെള്ളം കൂടുതലായിട്ടോ കട്ടിയായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കൂവപ്പൊടി വെന്ത് കഴിഞ്ഞാൽ നല്ല ചില്ലിൻ്റെ കളറാണ് ഉണ്ടാവുക. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാപ്പൊടി, ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച പൊടിയും കൂടെ ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളയ്ക്കണം എന്നില്ല. തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ട. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കി നല്ല ഇളക്കി കൊടുക്കുക. ഇപ്പോൾ റെഡിയായി. കൂവപ്പൊടി കാച്ചിയത് റെഡിയായി. ഇത് ജ്യൂസ് പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കരുത്. ഇതുപോലെ നിങ്ങളും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഒരു കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ കാട്ടുകൂകൻ്റെ കിഴങ്ങ്, നീലക്കിഴങ്ങ്, അത് ഉണ്ടാക്കുമ്പോൾ 7 വെള്ളം 9 വെള്ളമൊക്കെ ഊറ്റലുണ്ട്. ഇതിന് 2 വെള്ളം ഊറ്റിയാൽ മതി. പച്ചയ്ക്ക് തിന്നണ ഒരു കിഴങ്ങാണിത്. പച്ചയും തിന്നും വേവിച്ചും തിന്നാൻ കിഴങ്ങ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. മറ്റുള്ള പൊടി പോലെയല്ല, നല്ല ടേസ്റ്റാണ്. ഇത് ഉപ്പിടാതെ ഉപ്പിട്ടിട്ടും മധുരം ഇട്ടിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മൂത്രത്തിന് പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ, കടച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനും തിളപ്പിച്ച് കുടിക്കാൻ പറ്റിയൊരു പൊടിയാണിത്. കൂവപ്പൊടി, പ്ലാത്തിക്കൂവൻ്റെ പൊടിയും
കുടിക്കാൻ പറ്റും. അങ്ങനെ കാട്ടുകൂവൻ്റെ പൊടിയും കുടിക്കും. ഹെൽത്തിയാണിത്.